അറേബ്യൻ മരുഭൂമിയുടെ യഥാർത്ഥ ആത്മാവ് തൊട്ടറിയണമെങ്കിൽ ഒമാനിലെ മസ്കറ്റിൽ നിന്ന് തെക്കോട്ട് തന്നെ പോകണം എന്ന് പറയാറുണ്ട്. അതെ, ദൈവത്തിന്റെ സ്വന്തം നാടായ സലാല. മിക്ക ആളുകളും ഇവിടേക്ക് ഫ്ലൈറ്റിലാണ് പോകാറുള്ളത്. പക്ഷേ വരണ്ട മരുഭൂമിയിൽ നിന്നും പച്ചപ്പ് നിറഞ്ഞ കാടുകളിലേക്കുള്ള ആ മാറ്റം അത് കാണണമെങ്കിൽ, അനുഭവിച്ചറിയണമെങ്കിൽ റോഡിലൂടെയുള്ള ദീർഘദൂര യാത്ര തന്നെ തിരഞ്ഞെടുക്കണം. 1000 കിലോമീറ്ററാണ് മസ്കറ്റിൽ നിന്നുള്ള ദൂരം. ബസ്സിൽ ഏകദേശം 13 മണിക്കൂർ യാത്ര. റൂഖൽ ബാലി മരുഭൂമിയുടെ അരികിലൂടെ കുന്തിരിക്കത്തിന്റെ സുഗന്ധം തഴിയുള്ള ഒരു യാത്രയാണിന്ന്. ഇതാണ് ദോഫാറിലേക്കുള്ള വഴി. ഈ വീഡിയോ സ്റ്റോറിയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് കച്ചവടവും പ്രകൃതിയും കാലവും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു നാടിനെയാണ്. നിരനിരയായ തെങ്ങുകൾ നിറഞ്ഞ തെരുവുകളും ചരിത്രപ്രസിദ്ധമായ അൽഹുസൻ സൂക്കും മുതൽ വാദി ദൗക്കയിലെ പുരാതനമായ കുന്തിരിക്കത്തോട്ടങ്ങളും പുരാതന ലോകത്തിന്റെ തന്നെ കവാടങ്ങളായിരുന്ന അൽബലീദ്, സുംഹരം എന്നീ തീരദേശ നഗരങ്ങളും വരെ ചരിത്രം തേടിയുള്ള ഒരു യാത്ര. എല്ലാ അറേബ്യൻ നാടുകളും ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഉരുകുന്ന ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്ത് മൺസൂൺ മേഘങ്ങൾ മരുഭൂമിയിലേക്ക് വിരുന്നെത്തുന്ന ഒരേയൊരു നാടാണ് ഈ സലാല. ഈ സീസണിനെ ഖരീഫ് ഫെസ്റ്റിവൽ എന്ന് പേരിട്ട് ഒരു ടൂറിസം ആഘോഷം തന്നെ ആക്കാറുണ്ട് ഒമാൻ ഗവൺമെന്റ്. ഈ അപൂർവമായ മാറ്റം നേരിട്ട് കാണാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമല്ല, ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. അറേബ്യൻ ഉപദ്വീപിൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത പച്ചപ്പ് നിറഞ്ഞ മലകളുടെ മനോഹരമായ കാഴ്ച തേടിയാണ് സഞ്ചാരികളുടെ ആ ഒഴുക്ക്. ഇവിടെ എത്തിച്ചേരുക എന്നത് തന്നെ വലിയൊരു യാത്രയാണ്. പലരും സ്വന്തമായി ഡ്രൈവ് ചെയ്തു വരാനാണ് താല്പര്യപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഡ്രൈവിംഗ് തന്നെ ഒരു അനുഭൂതിയാണല്ലോ. എങ്കിലും ഈ മലനിരകളിലൂടെയുള്ള നീണ്ട യാത്രയിൽ നല്ല ശ്രദ്ധ വേണം. മണൽക്കാറ്റുള്ള മരുഭൂമികൾ താണ്ടുമ്പോഴും സലാല അടുക്കാറാകുമ്പോൾ കനത്ത മഞ്ഞ് കാരണവും റോഡുകൾ പോലും കാണാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒമാന്റെ നാഷണൽ ബസ് സർവീസായ മോസലാത്തിനെയാണ്. ഒരാൾക്ക് വെറും 10 ഒമാൻ റിയാൽ മാത്രമാണ് ബസ് ചാർജ്. വൈഫൈ സൗകര്യവും ഭക്ഷണത്തിനായി കൃത്യമായ ഇടവേളകളിൽ സ്റ്റോപ്പുകളുമുള്ള വളരെ കംഫർട്ടബിളും ലാഭകരവുമായ ഒരു യാത്രയാണിത്. ഖരീഫ് സീസൺ അവസാനിക്കാറായ സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. എങ്കിലും ആ സീസണിന്റെ ഒരു മാജിക്ക് ഇപ്പോഴും ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും ഉണ്ട്. വെള്ളച്ചാട്ടങ്ങൾ ഇനിയും വറ്റിയിട്ടില്ല. തുമ്രേത്ത് എന്ന സ്ഥലം പിന്നിട്ട് കഴിഞ്ഞാൽ തന്നെ ബസിന്റെ സൈഡിലുള്ള കാഴ്ചകൾ മാറാൻ തുടങ്ങും. അങ്ങനെ സലാല പതുക്കെ നമുക്ക് മുമ്പിൽ കൂടുതൽ മനോഹരയായി തെളിയുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാലാവസ്ഥയും അന്തരീക്ഷവുമാണ് ഈ സ്ഥലത്തെ സ്പെഷ്യലാക്കുന്നത്. തെങ്ങിൻ തോപ്പുകളും വാഴത്തോട്ടങ്ങളും പപ്പായ മരങ്ങളും ഈ മണ്ണിൽ സമൃദ്ധമായി വളരുന്നു. അറേബ്യൻ നാടുകളിൽ സാധാരണ കാണാത്ത ഒരു കാഴ്ചയാണിത്. നഗരത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വഴിയോരങ്ങളിൽ വിശാലമായ സ്ഥലങ്ങൾ കാണാൻ തുടങ്ങും. അവിടെ ഒട്ടകങ്ങൾ കൂട്ടമായി നടക്കുന്നത് കാണാം. അവ വെറുതെ അലഞ്ഞുതിരിയുന്നതല്ല. പ്രാദേശിക ബധുകുടുംബങ്ങളുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഇവ. അവർക്ക് ഈ മൃഗങ്ങൾ വെറുമൊരു കൂട്ടാളികൾ മാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. അവരുടെ പ്രധാന വരുമാന മാർഗവുമാണ്. പുല്ല് നിറഞ്ഞ പറമ്പുകളിൽ അവയെല്ലാം എഴുന്നേറ്റ് നിന്ന് സാവധാനം മേഞ്ഞു നടക്കുന്നു. തലമുറകളായി ഇവിടുത്തെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് ഈ ഒട്ടകങ്ങൾ. ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ സലാല വെറുമൊരു നഗരമായിട്ടല്ല നമുക്ക് തോന്നുന്നത്, മറിച്ച് ജീവിതവും പാരമ്പര്യവും പ്രകൃതിയും ഒരേപോലെ ചേർന്നു പോകുന്ന ഒരു പ്രത്യേക ഇടമായിട്ടാണ്. ഉയരമുള്ള തെങ്ങുകളുടെ തണലിൽ ചെറിയ തടിപ്പുരകളും കളർഫുള്ളായ ചെറിയ കടകളും കാണാം. ഇവയാണ് സലാലയിലെ യഥാർത്ഥ കാഴ്ചകൾ. യാതൊരു ആഡംബരവുമില്ലാത്ത കുഞ്ഞു കടകൾ, വിളവെടുത്ത പഴങ്ങളുടെ മണമുള്ള കൊച്ചു കടകൾ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഈ കടകൾക്ക് തൊട്ടു പിന്നിൽ തന്നെ ഈ പഴങ്ങൾ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമെന്നതാണ്. ദോഫാറിലെ മണ്ണിൽ വിളയുന്നതെല്ലാം നേരിട്ട് ഈ മാർക്കറ്റുകളിലേക്ക് എത്തുന്നു. നല്ല പുളിയും മധുരവുമുള്ള പൈനാപ്പിൾ മുതൽ തേനൂറുന്ന കരിമ്പ് വരെ ഇവിടെ ഉണ്ടെങ്കിലും ഇവിടുത്തെ യഥാർത്ഥ താരം ഫ്രഷായി ലഭിക്കുന്ന നല്ല നാടൻ കരിക്കാണ്. നല്ല തണുപ്പുള്ള കരിക്കിൻ വെള്ളം. കരിക്കിന് പുറമെ നല്ല മധുരമുള്ള ദോഫാറി വാഴപ്പഴങ്ങളും ഇവിടെ സുലഭമായി ലഭിക്കും. നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ കാണുന്ന പഴങ്ങളെക്കാൾ വലിപ്പം കുറച്ച് കുറവാണെങ്കിലും ഇവയുടെ രുചി അസാധ്യമാണ്. മിക്ക കടകളിലും കൃത്യമായ വില വിവരപ്പട്ടിക കാണാം. സാധാരണയായി വിലയിൽ വലിയ മാറ്റം ഉണ്ടാകില്ലെങ്കിലും ഒന്ന് ചിരിച്ച് സംസാരിച്ചാൽ ചെറിയ രീതിയിലുള്ള വിലപേശലിനൊക്കെ ഇവിടെ അവസരമുണ്ട്. ഉച്ച കഴിഞ്ഞുള്ള ആ ചൂടിൽ ഇവിടെ നിന്ന് നിർത്തി ഈ കരിക്കിന്റെ രുചി നുകരുന്നത് സലാലയിലെ ഒഴിവാക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. ഇത് വെറും ഒരു ഷോപ്പിംഗ് മാത്രമല്ല, തെക്കൻ ഒമാന്റെ ഫലഭൂയിഷ്ടമായ മണ്ണും അവിടുത്തെ ജനങ്ങളുടെ ഉദാരമായ മനസ്സും നേരിട്ടറിയുക എന്നതുകൂടിയാണ്. സലാലയിലെ ഷോപ്പിംഗ് ഈ ഫ്രൂട്ട് സ്റ്റാളുകളിൽ മാത്രം അവസാനിക്കുന്നതല്ല. നഗരത്തിന്റെ പാരമ്പര്യം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ
അൽ ഹുസൈൻ സൂക്ക് കൂടി സന്ദർശിക്കണം. ഇതിനെ ഹഫ സൂക്ക് എന്നും ലുബാൻ സൂക്ക് എന്നുമൊക്കെ ആളുകൾ വിളിക്കാറുണ്ട്. ഒമാനി സംസ്കാരത്തിന്റെ ആത്മാവ് നമുക്കിവിടെ നേരിട്ട് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ ഈ കുന്തിരിക്കത്തെ ലുബാൻ എന്നോ ബുഖൂർ എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ഇവിടുത്തെ വായുവിൽ പോലും ആ പഴമയുടെ ആ കഥകൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ശുദ്ധമായ കുന്തിരിക്കത്തിന്റെ മണവും ഊത് പെർഫ്യൂമുകൾ നിറഞ്ഞ ചെറിയ കുപ്പികളും ഒമാനി അതിഥി സൽക്കാരത്തിന്റെ അടയാളമായ സുഗന്ധ തൈലങ്ങളും നിറഞ്ഞ ഒരു പ്രത്യേക ലോകമാണ് ഈ സൂക്ക്. ഈ സൂക്കിന്റെ ഇടവഴികളിലേക്ക് കൂടുതൽ കടന്നു ചെന്നാൽ പരമ്പരാഗതമായ വെള്ളി ആഭരണങ്ങളും മനോഹരമായി നിർമ്മിച്ച ഒമാനി ഖഞ്ചറുകളും കൈകൊണ്ട് നെയ്തെടുത്ത വസ്ത്രങ്ങളും കാണാം. അതോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള യമനി ഹെന്ന പോലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വലിയ ശേഖരവും ഈ സൂക്കിലുണ്ട്. നല്ല നിറം കിട്ടാനും മനോഹരമായ ഡിസൈനുകൾ വരയ്ക്കാനും യമനി ഹെന്നയാണ് ഇവിടെ എല്ലാവരും കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ഇവയ്ക്ക് തൊട്ടടുത്തായി ഏലക്കയും കുങ്കുമപ്പൂവും പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും പ്രാദേശികമായി ലഭിക്കുന്ന ചില ആയുർവേദ മരുന്നുകളും കാണാം. കനലിൽ കത്തുന്ന മൺപാത്രങ്ങളിൽ നിന്നുള്ള ഈ പുകയ്ക്കൊപ്പം മണങ്ങളെല്ലാം കൂടി അവിടെ ഒരു പ്രത്യേകമായ അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടേക്കുള്ള സന്ദർശനം ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. തലമുറകളായി മാറ്റമില്ലാതെ തുടരുന്ന ഇവിടുത്തെ കരകൗശല വിദ്യകൾ നേരിട്ട് കാണാനുള്ള ഒരവസരം കൂടിയാണിത്. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഈ സുഗന്ധത്തിന്റെ ശരിക്കുള്ള ഉറവിടം അറിയണമെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റിന് പുറത്തേക്ക് തന്നെ പോകേണ്ടി വരും. ഇവിടെ അനുഭവപ്പെടുന്ന ഈ സുഗന്ധം തുടങ്ങുന്നത് ഈ സൂക്കിൽ നിന്നല്ല. അത് തുടങ്ങുന്നത് ഒരുപാട് ദൂരെ മരുഭൂമിയുടെ നിശബ്ദതയിലാണ്. ഈ നാടിൻ്റെ ചരിത്രം പറയുന്ന 4 യുനെസ്കോ സൈറ്റുകളിൽ 3 നമ്മൾ ഇന്ന് സന്ദർശിക്കുന്നത്. മരുഭൂമി മുതൽ കടൽത്തീരം വരെ പരന്നു കിടക്കുന്ന ഒരു അത്ഭുത യാത്ര. മരുഭൂമിയിൽ ഷിസർ എന്ന മനോഹരമായ ഇടത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് വാദി ദൗക്കയുടെ തണലിലേക്കാണ്. അതിനുശേഷം നമ്മൾ അൽ ബലീദ്, സുംഹുറം എന്നീ പുരാതന തുറമുഖ നഗരങ്ങളിലേക്കും കാഴ്ചകൾ തിരിക്കും. ഏകദേശം 3500-ലധികം ഏക്കറിലായി പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് വാദി ദൗക്ക. ഈ വലിയ പ്രകൃതി സംരക്ഷണ കേന്ദ്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുന്തിരിക്ക മരങ്ങളുടെ കാടുള്ളത്. ശാസ്ത്രീയമായി ഇതിനെ ബൊസോലിയ സാക്ര എന്നാണ് വിളിക്കുന്നത്. അതിജീവനത്തിന്റെ കഥ പറയുന്ന മരങ്ങൾ കൂടിയാണിത്. വാദിയിലെ കഠിനമായ മണ്ണിൽ വളരുന്ന ഇവയ്ക്ക് കഠിനമായ ചൂടിനെയും വരണ്ട കാറ്റിനെയും മഴയില്ലാത്ത മാസങ്ങളെയും അതിജീവിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. ഈ മരങ്ങളുടെ തൊലിയിൽ നിന്നാണ് സ്വർണ്ണ നിറത്തിലുള്ള ആ കറ, അതായത് കുന്തിരിക്കം ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ നിന്ന് കുന്തിരിക്കം ലോകം തന്നെ ശേഖരിക്കുന്നുണ്ട്. ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര ശൃംഖലകളിൽ ഒന്നായിരുന്നു ഇത്. ഒട്ടകക്കൂട്ടങ്ങൾ മരുഭൂമികൾ താണ്ടി മെസപ്പൊട്ടോമിയയിലേക്കും ഈജിപ്തിലേക്കും യൂറോപ്പിലേക്കും വരെ ഇതെത്തിച്ചിരുന്നു. വാദി ദൗക്ക ഇന്നും ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണുകളിലൊന്നായി നിലകൊള്ളുന്നു, അല്ലെങ്കിൽ ഒമാൻ ഗവൺമെൻറ് നിലനിർത്തിയിരിക്കുന്നു. പുരാതന നാഗരികതകളെ പോലും സ്വാധീനിച്ച ഒരു വ്യാപാരത്തിൻ്റെ ജീവിക്കുന്ന തെളിവ് കൂടിയാണിത്. ഇവിടേക്കുള്ള ഒരു സന്ദർശനം ഇത്രമാത്രം പ്രിയപ്പെട്ടതാക്കുന്നത് കുന്തിരിക്കം ശേഖരിക്കുന്ന ആ രീതി നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. മരത്തിൻ്റെ തൊലിയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ചെറിയ ചില മുറിവുകൾ കാണാം. ഈ മുറിവുകളിൽ നിന്നാണ് ആ കറ സാവധാനം മരം പുറത്തേക്ക് തള്ളുന്നത്. മഞ്ഞുതുള്ളികൾ പോലെ കാണപ്പെടുന്ന ഇതിനെ ഈ മരത്തിന്റെ കണ്ണുനീർ തുള്ളികൾ എന്നാണ് പലപ്പോഴും വിളിക്കാറുള്ളത്. ഇത് വളരെ ക്ഷമ വേണ്ടുന്ന ഒരു ജോലിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന ഒരു രീതി. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു നിശബ്ദമായ സഹകരണം എന്ന് തന്നെ ഇതിനെ വിളിക്കാം. ഇവിടെ ലഭിക്കുന്ന കുന്തിരിക്കത്തിന്റെ ഗുണനിലവാരം എടുത്തു പറയേണ്ട ഒന്നാണ്. ശേഖരിച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും അതിൻ്റെ സുഗന്ധം ഒട്ടും ചോർന്നു പോകാതെ അതേപടി നിലനിൽക്കുന്നു. ഒരു കാലത്ത് ഈ ചെറിയ സുവർണ്ണ തുള്ളികൾക്ക് സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഈ പുരാതന പാരമ്പര്യം വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അമോഗ് എന്ന പ്രമുഖ ബ്രാൻഡിൻ്റെ മേൽനോട്ടത്തിൽ പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിലാണ് ഇവിടെ കൂടുതൽ മരങ്ങളും പരിപാലിക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച കുന്തിരിക്കം ഇന്നും ഈ മണ്ണിൽ നിന്ന് ലോകമെമ്പാടും എത്തുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെ കൂടുതൽ അർത്ഥവത്താക്കുന്നത് ഈ സംരക്ഷണം കേവലം ചില സ്ഥാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ്. ഇവിടേക്ക് വരുന്ന സന്ദർശകർക്കും ഇവിടെ ഉള്ളവർക്കും ഈ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കും. വാദി ദൗക്കയിലെ ചില പ്രത്യേക സംരക്ഷണ പദ്ധതികളിലൂടെ
നമുക്ക് ഒരു കുന്തിരിക്ക മരത്തെ സ്പോൺസർ ചെയ്യാനുള്ള അവസരവുമുണ്ട്. ഈ കാണുന്ന ഓരോ മരത്തിൻ്റെ സംരക്ഷണത്തിലും വളർച്ചയിലും നമുക്ക് ഓരോരുത്തർക്കും നേരിട്ട് പങ്കാളികളാകാം. അതായത് ഈ ഓരോ മരവുമായും കൂടുതൽ വ്യക്തിപരമായ ഒരു ബന്ധം കൂടി നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കും. സലാലയുടെ കഥ അതിൻ്റെ പച്ചപ്പുള്ള മലനിരകളിൽ മാത്രമല്ല, മറിച്ച് ഇവിടെയും കൂടിയാണ്, ഈ മരുഭൂമിയുടെ നിശബ്ദമായ കരുത്തിൽ. പക്ഷേ ഇവിടെ ഒരു വലിയ യാത്രയുടെ തുടക്കം മാത്രമാണ്. പുരാതന ലോകത്തിലെ വലിയ മാർക്കറ്റുകളിലേക്ക് എത്തുന്നതിനായി ഈ കുന്തിരിക്കത്തിന് ഈ താഴ്വരകളിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു. മരുഭൂമിയുടെ ആ നിശബ്ദതയിൽ നിന്ന് കുന്തിരിക്കത്തിന്റെ ഗന്ധം ആദ്യമായി അറബിക്കടലിലെ ഉപ്പുകാറ്റുമായി ചേരുന്നൊരിടത്തേക്കാണ് ഇനി നമ്മുടെ യാത്ര. അൽ ബലീദ് പുരാവസ്തു പാർക്ക് എന്ന ചരിത്ര സ്മാരകത്തിലേക്ക്. ഖോർ അൽ ബാലിദ് ലഗൂണിന്റെ ശാന്തമായ തീരത്ത് പുരാവസ്തു ഗവേഷണവും നാവിക ചരിത്രവും പ്രകൃതിയും ചേരുന്ന ഇവിടം ഒരു സന്ദർശന കേന്ദ്രം മാത്രമല്ല, ഒരു അനുഭവം തന്നെയാണ്. ഒരു കാലത്ത് പ്രകൃതിദത്തമായ ഒരു തുറമുഖമായിരുന്ന ഈ തീരത്താണ് പുരാതന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ വന്നെത്തിയിരുന്നത്. ഉച്ച കഴിഞ്ഞ് ഏകദേശം 4 മണിയോടെ ഇവിടെ എത്തുന്നത് നന്നായിരിക്കും. മനോഹരമായ സായം സന്ധ്യയുടെ വെളിച്ചത്തിൽ ഇവിടുത്തെ പുരാതന അവശിഷ്ടങ്ങൾ തിളങ്ങുന്ന ഈ കാഴ്ച അതിമനോഹരം തന്നെയാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ കാണുന്നത് സഫാർ എന്ന പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഇസ്ലാം മതത്തിന്റെ ആവിർഭാവത്തിന് എത്രയോ മുമ്പ്, ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തുറമുഖം ഇവിടെ നിലനിന്നിരുന്നു. ഇതേ തീരത്ത് നിന്നാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തുക്കളിലൊന്ന് അതിന്റെ യാത്ര തുടങ്ങിയിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കുന്തിരിക്കം. വാദി ദൗക്കയിലെ താഴ്വരകളിൽ നിന്ന് ശേഖരിച്ചിരുന്ന മരുഭൂമിയിലെ നിറമുള്ള ആ കണ്ണുനീർ തുള്ളികൾ സഫാറിൽ നിന്ന് ആഫ്രിക്കയിലേക്കും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും വരെ കപ്പൽ കയറിയിരുന്നു. അങ്ങനെ ഒമാന്റെ ഈ ശാന്തമായ പ്രദേശം ഒരു വലിയ ആഗോള ശൃംഖലയുടെ ഭാഗമായി മാറിയിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എത്തിയ സഞ്ചാരികൾ ഈ നഗരത്തെക്കുറിച്ച് വ്യക്തമായ വിവരണങ്ങൾ അവരുടെ പുസ്തകങ്ങളിൽ നൽകിയിട്ടുണ്ട്. മാർക്കോ പോളോ ഈ നഗരത്തെ വിശേഷിപ്പിച്ചത് അതിന്റെ വലിപ്പവും പ്രതാപവും കൊണ്ടാണ്. കുന്തിരിക്ക വ്യാപാരം അത്രത്തോളം ലാഭകരമായിരുന്നതിനാൽ വ്യാപാരികൾക്ക് ഇവിടെ നിന്ന് വലിയ നേട്ടങ്ങൾ ലഭിച്ചിരുന്നു. വിശാലമായ ഈ പ്രദേശം കണ്ടു തീർക്കാൻ ഏറ്റവും നല്ല വഴി ബഗ്ഗി എന്ന് വിളിക്കപ്പെടുന്ന ഈ ചെറിയ ഇലക്ട്രിക് വാഹനം പണം കൊടുത്ത് ഉപയോഗിക്കുന്നതാണ്. ഒരു കാലത്ത് സജീവമായിരുന്ന ഈ നഗരത്തിലൂടെ സുഖകരമായ ഒരു യാത്ര അത് ഉറപ്പു നൽകുന്നുണ്ട്. മുന്നോട്ട് നീങ്ങുമ്പോൾ പുരാതന നഗരത്തിന്റെ രൂപം കൂടുതൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. പഴയ സിവിലൈസേഷനെ ചൂണ്ടിക്കാണിക്കുന്ന നിരവധി മതിലുകൾ ഈ പ്രദേശത്ത് മുഴുവൻ ചുറ്റിപ്പടഞ്ഞു കിടക്കുന്നുണ്ട്. അവ ശത്രുക്കളെ തടയാൻ മാത്രമല്ല നിർമ്മിച്ചിരുന്നത്, ഖരീഫ് കാലത്തെ പ്രളയത്തിൽ നിന്ന് ഈ നഗരത്തെ സംരക്ഷിക്കാൻ കൂടിയായിരുന്നു. അതിന്റെ തൊട്ടടുത്തായി ചരിത്രമുറങ്ങുന്ന കോട്ടയുടെ ചില അവശിഷ്ടങ്ങളും കാണാം. ഹുസൈൻ അൽ ബാലിദ് വ്യാപാരങ്ങളെ നിരീക്ഷിക്കാനും നഗരത്തിലെ പ്രമുഖർക്ക് സംരക്ഷണം നൽകാനുമായി നിർമ്മിച്ച ഒരു സുരക്ഷിതമായ സങ്കേതമായിരുന്നു ഈ കോട്ട. കല്ലും കുമ്മായവും പവിഴപ്പുറ്റുകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരുന്നത്. ഒരേ സമയം ഇവിടുത്തെ കാലാവസ്ഥയെയും സുരക്ഷയെയും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയായിരുന്നു അത്. ഇവിടെ നിന്നായിരുന്നു നഗരം നിരീക്ഷിക്കപ്പെട്ടിരുന്നതും സംരക്ഷിക്കപ്പെട്ടിരുന്നതും ഭരിക്കപ്പെട്ടിരുന്നതും. ഈ പ്രദേശത്തെമ്പാടും വീടുകളുടെയും അവശിഷ്ടങ്ങൾ കാണാം. വ്യാപാരികളുടെ വീടുകൾ, ചെറിയ ആരാധനാലയങ്ങൾ, പുരാതന വ്യവസായങ്ങളുടെ അടയാളങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് ഉത്ഖനനത്തിൽ കണ്ടെത്തിയ ഇറക്കുമതി ചെയ്ത സെറാമിക് കഷ്ണങ്ങൾ അക്കാലത്തും സഫാർ നഗരത്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ഉണ്ടായിരുന്ന വ്യാപാര ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ നഗരം ഒരിക്കലും ഒറ്റപ്പെട്ട ഒന്നായിരുന്നില്ല, മറിച്ച് ലോകത്തിലെ തന്നെ വലിയൊരു വ്യാപാര ശൃംഖലയുടെ ഭാഗമായിരുന്നു. നമുക്കിവിടെ കുതിരലായങ്ങളുടെ അവശിഷ്ടങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് വെറും തറകൾ മാത്രമേ ബാക്കിയുള്ളൂവെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സ്ഥലം എത്ര തിരക്കേറിയ ഒരിടമായിരുന്നിരിക്കണം. കുന്തിരിക്കം പോലെ തന്നെ വിലയേറിയ അറേബ്യൻ കുതിരകളുടെ സാന്നിധ്യവും കൊണ്ട് ഇവിടം എപ്പോഴും സജീവമായിരുന്നു. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ച് തുറന്നു നോക്കൂ. ഒരിക്കൽ ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന സജീവമായ ഒരു കോട്ടയുടെ തിരക്കുകളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഭാവനയിലൂടെ എത്തിക്കാം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവശിഷ്ടങ്ങളിൽ ഒന്നാണ് സഫാറിലെ ഈ വലിയ പള്ളി. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കൂറ്റൻ കെട്ടിടത്തിൽ
ഒരു കാലത്ത് ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ടുണ്ടാക്കിയ തൂണുകളുടെ ഒരു നിരകൾ തന്നെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടാനും ശരീരശുദ്ധി വരുത്താനുമുള്ള പ്രത്യേക സ്ഥലങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. പുരാവസ്തു പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പള്ളിയിൽ 144 തൂണുകൾ ഉണ്ടായിരുന്നു എന്നാണ്. കാലപ്പഴക്കം കൊണ്ട് അവയിൽ പലതും തകർന്നു പോയെങ്കിലും ചിലത് ഇന്നും പഴയതുപോലെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇവിടെ നിലനിന്നിരുന്ന ആ പ്രതാപത്തിൻ്റെ ഓർമ്മകൾ ഓർത്തെടുത്ത് ഇവയ്ക്കിടയിലൂടെ നമുക്കിങ്ങനെ നടക്കാം. കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തായി ആളുകൾ ഒത്തുകൂടിയിരുന്ന വലിയൊരു മുറ്റമുണ്ടായിരുന്നു. അതിനടുത്തായി തന്നെ പ്രാർത്ഥനയ്ക്കായി തയ്യാറെടുക്കുന്നതിനുള്ള സ്ഥലങ്ങളും കാണാം. തൂണുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ആ പഴയ കാലത്തിൻ്റെ താളം സാങ്കല്പികമായി നിങ്ങൾക്ക് ഇന്നും അനുഭവിച്ചറിയാൻ കഴിയും. ഈ സ്ഥലം ഒരിക്കൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ കൊണ്ടും ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ടും സജീവമായിരുന്നു. ഇവിടെയുള്ള എല്ലാ കഥകളും കച്ചവടത്തെക്കുറിച്ചോ യാത്രകളെക്കുറിച്ചോ മാത്രമല്ല, ചിലത് വളരെ വൈകാരികമാണ്. അവിടുത്തെ ഖബർസ്ഥാൻ പോലെ വളരെ ലളിതമായ കാറ്റും മഴയുമേറ്റ് പഴയ ആ കല്ലുകൾ നമ്മെ ഒന്ന് വേദനിപ്പിക്കും. അൽ ബലീദിലെ അവശിഷ്ടങ്ങളോട് നടക്കുമ്പോൾ അന്നത്തെ ദൈനംദിന ജീവിതത്തിൻ്റെ അടയാളങ്ങളെല്ലാം നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നുണ്ട്. മൺപാത്രങ്ങൾ, മണ്ണെണ്ണ വിളക്കുകൾ, നാണയങ്ങൾ, അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ എന്നിവയെല്ലാം ഇവിടെ നിന്ന് ഖനനം ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നഗരത്തിൻ്റെ പൂർണ്ണ രൂപം മനസ്സിലാക്കാൻ മ്യൂസിയം ഓഫ് ഫ്രാങ്കിൻസൻസ് ലാൻഡ് കൂടി സന്ദർശിക്കണം. അവിടെ ചരിത്രം കൂടുതൽ തെളിവുകളോടെ വ്യക്തമാകും. ഒമാന്റെ സമുദ്രയാത്രകളുടെ പാരമ്പര്യത്തെക്കുറിച്ചും പുരാതന വ്യാപാര പാതകളെക്കുറിച്ചും വിവരിക്കുന്ന പ്രദർശനങ്ങളും നിങ്ങളിപ്പോൾ നടന്നു കണ്ട കാഴ്ചകളുടെ ചെറിയ മാതൃകകളും ഈ മ്യൂസിയത്തിനകത്തുണ്ട്. മ്യൂസിയത്തിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് പുറത്തു വച്ചിട്ടുള്ള വാദി ദൗക്കയുടെ വലിയൊരു മാതൃക ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ പ്രദേശം മുഴുവൻ പണ്ട് എത്രത്തോളം പരസ്പര ബന്ധിതമായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ ചിത്രം അത് നൽകുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഒമാൻ സുൽത്താൻ്റെ ഔദ്യോഗിക വാഹനവ്യൂഹം കടന്നു പോകുന്നത് കാണാൻ സാധിച്ചു. അപൂർവമായ കാഴ്ചയാണത്. അതിൽ ചുവപ്പ് നിറത്തിലുള്ള കാറുകളുടെ നിര സുൽത്താൻ്റെ പ്രത്യേക അംഗരക്ഷകരുടെ വാഹനങ്ങളാണ്. പുരാതന സഫർ ഇന്ന് തകർച്ചയിലാണെങ്കിലും രാജ്യത്തിൻ്റെ പുതിയ നേതൃത്വവും വ്യക്തിത്വവും ഇന്നും എത്രത്തോളം കരുത്തുറ്റതാണെന്ന് കാണിച്ചു തന്ന ഒരു നിമിഷം കൂടിയായിരുന്നു അത്. ഇതൊരു കച്ചവടത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആഗോള ബന്ധങ്ങളുടെയും നഗരമായിരുന്നു. ഇവിടെ നിന്ന് സങ്കല്പിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുന്തിരിക്കവുമായി ഈ തീരത്ത് നിന്ന് കപ്പലുകൾ യാത്ര പോകുന്നതും വരുന്നതും സങ്കല്പിക്കാൻ ഒട്ടും പ്രയാസമില്ല. എന്നാൽ അൽ ബലീദ് ഈ കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇവിടെ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ ലോകത്തിലേക്കുള്ള പുരാതന ഒമാന്റെ മറ്റൊരു കവാടം നമുക്ക് കാണാം. സുംഹുറും. പുരാതന നഗരമായ സുംഹുറമിലെ ചുണ്ണാമ്പുകല അവശിഷ്ടങ്ങൾക്ക് അടുത്തേക്കെത്തുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ കൂടുതൽ വ്യത്യസ്തമായി മാറുന്നു. വരണ്ട ഭൂമി പതുക്കെ പച്ചപ്പിലേക്ക് വഴിമാറുന്നു. അവിടെ തൻ്റെ ആടുകളെയും മേച്ച് നിശബ്ദനായിരിക്കുന്ന ഒരു ഇടയനെ കാണാം. നൂറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാഴ്ച പോലെ അത് തോന്നുന്നുണ്ട്. ഞങ്ങൾ നഗര കവാടത്തിലൂടെ അകത്തേക്ക് കടക്കുമ്പോൾ ഒരു കൂട്ടം ഒട്ടകങ്ങൾ ഞങ്ങളുടെ വഴി മുറിച്ചു കടന്നതിനാൽ അല്പനേരം അവരെ നോക്കി നിന്നു. കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടിയൊട്ടകം പതുക്കെ മാറി നിൽക്കുന്നുണ്ട്. അത് കുറച്ചു നേരം അവിടെ കളിച്ച് വിശ്രമിച്ച ശേഷം തൻ്റെ അമ്മയുടെ അരികിലേക്ക് തന്നെ ഓടിപ്പോയി. ചുണ്ണാമ്പുകല്ല് പാറകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സുംഹൂറം എന്ന ഈ സിവിലൈസേഷൻ ഖോറോറി ലഗൂണിൻ്റെ ശാന്തതയ്ക്ക് അഭിമുഖമായാണ് നിലനിൽക്കുന്നത്. പ്രശസ്തമായ വാഡി ദർബാത്തിൽ നിന്ന് മലനിരകൾ താണ്ടി ഒഴുകി വരുന്ന ജലം അറബിക്കടലുമായി ചേരുന്നത് ഇവിടെ വെച്ചാണ്. അങ്ങനെ ഉണ്ടായ പ്രകൃതിദത്തമായ സുരക്ഷിത തുറമുഖമാണ് ഇവിടെ വ്യാപാരം ഒരു കാലത്ത് സാധ്യമാക്കിയത്. BC 3-ാം നൂറ്റാണ്ടിൽ ഹളർമൗത്ത് രാജവംശമാണ് ഈ നഗരം ഇവിടെ സ്ഥാപിച്ചത്. ഇവിടെ നിന്നായിരുന്നു അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കടന്ന് വിലയേറിയ അവരുടെ കുന്തിരിക്കം ആദ്യകാലത്ത് വിദൂര നാഗരികതകളിലേക്ക് എത്തിയിരുന്നത്. അങ്ങനെ ഒമാൻ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ഒരുപക്ഷെ ആദ്യമായി കടൽമാർഗം ബന്ധപ്പെട്ടത് ഇവിടെ നിന്നായിരിക്കണം. അൽ ബലീദ് പുരാവസ്തു പാർക്ക് ഒരു മധ്യകാല തുറമുഖത്തിൻ്റെ പ്രതാപകാലത്തെക്കുറിച്ചാണ് പറഞ്ഞു തന്നതെങ്കിൽ സുംഹുറം നമ്മളെ കൊണ്ടുപോകുന്നത് അതിലും പഴയ കാലത്തേക്കാണ്, 3-ാം നൂറ്റാണ്ടിലേക്ക്, കുന്തിരിക്ക വ്യാപാരം തുടങ്ങിയ ആദ്യ നാളുകളിലേക്ക്.
ഇവിടുത്തെ ഐതിഹ്യങ്ങൾ സുംഹുറത്തെ വിഖ്യാതയായ ഷീബ രാജ്ഞിയുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ചിലർ വിശ്വസിക്കുന്നത് ഇത് രാജ്ഞിയുടെ വേനൽക്കാല വസതിയായിരുന്നു എന്നാണ്. വ്യാപാരങ്ങൾ നിരീക്ഷിക്കാൻ അവർ ഇവിടെ താമസിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. പക്ഷേ ചരിത്രരേഖകൾ അവരെ മറ്റൊരു കാലഘട്ടത്തിലാണ് അടയാളപ്പെടുത്തുന്നത്. എങ്കിലും തലമുറകളായി കൈമാറപ്പെടുന്ന കഥകൾ അങ്ങനെയാണ്. ചില മാറ്റമുണ്ടാകാം. നഗരത്തിലേക്കുള്ള പ്രവേശന കവാടം തന്നെ ഒരു പ്രൗഢിയുടെ അടയാളമായി തോന്നുന്നുണ്ട്. ഒന്നിനു പിറകെ ഒന്നായി 3 തടിവാതിലുകൾ ഈ കവാടത്തിന് കാവലുണ്ടായിരുന്നു. അകത്തേക്കും പുറത്തേക്കുമുള്ള ഓരോ ചലനങ്ങളെയും ഇത് ഇവിടെ നിയന്ത്രിച്ചിരുന്നതായി തോന്നുന്നുണ്ട്. അതിനുള്ളിലായി ഒരു ചെറിയ രഹസ്യവാതിലും ഇടുങ്ങിയ ഒരു ഇടനാഴിയും. തന്ത്രപരമായ സുരക്ഷയും കൃത്യമായ നിർമ്മാണ രീതിയും വിളിച്ചോന്നാണ് ഈ രൂപകൽപ്പന. ഏകദേശം 9 നൂറ്റാണ്ടുകളിലായി ഈ കവാടം പലതവണ പുനർനിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരം മാറുന്നതിനനുസരിച്ച് കാലത്തിനൊത്ത മാറ്റങ്ങൾ ഈ കവാടത്തിലും പ്രതിഫലിച്ചിരുന്നു. പ്രവേശന കവാടത്തിന് തൊട്ടു പിന്നാലെ സുംഹുറമിലെ ഏറ്റവും ആകർഷകമായ ഒരു കെട്ടിടം കാണാം. വളരെ വലിയൊരു നിർമ്മിതിയാണത്. ആഴമേറിയ ഒരു കിണറിന് ചുറ്റുമായാണ് ഇത് പണിതിരിക്കുന്നത്. ഏകദേശം 25 മീറ്റർ താഴെയുള്ള ഈ കിണർ അക്കാലത്ത് ജലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് ആയിരുന്നിരിക്കണം. കോട്ടയ്ക്കുള്ളിലെ ജീവിതത്തെ നിലനിർത്തിയിരുന്നത് ഈ കിണറിലെ വെള്ളമായിരുന്നിരിക്കണം. ഏകദേശം 400 ചതുരശ്ര മീറ്ററിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കെട്ടിടം ഈ സമുച്ചയത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മിതിയായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. യഥാർത്ഥ മതിലുകൾ കാലപ്പഴക്കത്താൽ എന്നോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പിന്നീട് ഖനനത്തിലൂടെ ലഭിച്ച കല്ലുകൾ കൊണ്ട് ഇവ വളരെ ശ്രദ്ധയോടെ പുനർനിർമ്മിച്ചതാണ്. ഒരു കാലത്ത് ഈ തെരുവുകളിൽ പല നിലകളുള്ള വീടുകളുണ്ടായിരുന്നു. മുകൾ നിലകൾ താമസത്തിന് ഉപയോഗിച്ചിരുന്നപ്പോൾ താഴത്തെ നിലകൾ ജോലിസ്ഥലങ്ങളായും സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്റ്റോറുകളായും കന്നുകാലികളെ പാർപ്പിക്കാനുമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഈ പ്രദേശത്തുടനീളം ശിലാശില്പങ്ങളുടെയും നിർമ്മിതികളുടെയും ഒരു ശേഖരം തന്നെ കാണുന്നുണ്ട്. ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാരമേറിയ തിരികല്ലുകളും ഉരലുകളും ഉറപ്പുള്ള പാറയിൽ കൊത്തിയെടുത്ത പാത്രങ്ങളും ഇന്നും ഇവിടെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവയൊക്കെയും അന്ന് ഇവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ അതിജീവനത്തിനുള്ള മാർഗങ്ങളായിരുന്നു. ഇവിടെ ആളുകൾ ജോലി ചെയ്യുകയും ആഹാരം പാകം ചെയ്യുകയും ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഇവ. ഈ അവശിഷ്ടങ്ങളിലൂടെ നടക്കുമ്പോൾ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്. സുംഹുറം വെറും ഒരു കച്ചവട കേന്ദ്രം മാത്രമായിരുന്നില്ല. ഒരു പഴയകാല സിവിലൈസേഷന്റെ തന്നെ ബാക്കി പത്രമാണ്. കാറ്റും മഴയുമേറ്റ് പഴകിയ ഈ കല്ലുകൾക്കിടയിൽ ഒരു കാലത്ത് സിൻ എന്ന ചന്ദ്രദേവനായി സമർപ്പിക്കപ്പെട്ട ഒരു പുണ്യക്ഷേത്രമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീയിൽ മോഷെ ലിമൻ എന്ന പേരിൽ സുംഹുറത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ദോഫാർ മേഖലയുടെ പുരാതന നാമമായ സഖാലട്ടിസിലെ ഏറ്റവും മികച്ച കുന്തിരിക്കം കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു ഇത് എന്നാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവികമായ സംരക്ഷണയിലുള്ള ഒരു തുറമുഖമായിട്ടാണ് പുരാതന രേഖകൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അവിടെ കുന്തിരിക്കം ആരും തൊടാതെ തുറമുഖത്തെ കൽത്തറകളിൽ കയറ്റുമതിക്കായി തുറന്നു വച്ചിട്ടുണ്ടാകുമായിരുന്നു എന്നും കാവൽക്കാരോ നിരീക്ഷകരോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുമാണ്. കാരണം അന്യായമായി ഒരു തരി കുന്തിരിക്കമെങ്കിലും ആരെങ്കിലും എടുത്താൽ ആ കപ്പലിന് മുന്നോട്ടുള്ള യാത്ര തുടരാനാവില്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ദൈവം തന്നെ കപ്പൽ അവിടെ തടയും എന്നായിരുന്നു അന്നത്തെ കാലത്തെ ആളുകളുടെ വിശ്വാസം. ഒരുപക്ഷെ ഈ ചന്ദ്രദേവന്റെ ഈ ക്ഷേത്രത്തിന്റെ സാന്നിധ്യത്തിലാകാം കച്ചവടവും വിശ്വാസവും ഒന്നായി മാറിയിരുന്നത്. ഇന്ന് ആ ക്ഷേത്രം അതേപടി ഇവിടെ നിലനിൽക്കുന്നില്ല. എങ്കിലും അന്നത്തെ ആ ഭക്തിയുടെ അടയാളങ്ങൾ പൂർണ്ണമായും ഇവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുമില്ല. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കളിലൂടെ അവ ഇന്നും അതിജീവിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കണ്ടെടുത്ത പല അമൂല്യ വസ്തുക്കളും ഇന്ന് അൽബാലിദ് പുരാവസ്തു പാർക്കിലെ മ്യൂസിയം ഓഫ് ഫ്രാങ്കിൻസൻസ് ലാൻഡിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. സുംഹുറം ലോകത്തിന് നൽകിയ അവശേഷിപ്പുകളിലൂടെ ആ ചരിത്രം ഇന്നും ലോകമറിയുന്നു. ഒടുവിൽ ഏറെ നിശബ്ദമായി ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട ഒരു കുന്തിരിക്ക മരം ഇന്നും ഇവിടെ വളരുന്നുണ്ട്. ഇതൊരുപക്ഷെ ആ പഴയ നഗരത്തിന്റെ കാലത്തുള്ളതാകില്ലായിരിക്കാം. എങ്കിലും ഈ മരത്തിന്റെ സാന്നിധ്യം ഈ മണ്ണുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സുംഹുറത്തിന്റെ പഴയ ആ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ കച്ചവടവും സമൃദ്ധിയും കടലുകൾക്കപ്പുറം
ഈ നഗരത്തിന്റെ ഖ്യാതി എത്തിച്ച ആ സുഗന്ധവും. പാറക്കെട്ടുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ദൊഫാർ അഗാമ എന്നറിയപ്പെടുന്ന ഓന്തിനെ കാണാൻ സാധിക്കും. പെൺവർഗത്തിൽപ്പെട്ടവരും പ്രായം കുറഞ്ഞ ആണോന്തുകളും ഈ ചുണ്ണാമ്പ് കല്ലുകളുടെ നിറവുമായി ചേർന്ന് നിൽക്കാൻ തവിട്ട് നിറമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ കൂട്ടത്തിലെ പ്രബലരായ ആണോന്തുകൾക്ക് തങ്ങളുടെ തലഭാഗം തിളക്കമുള്ള നീല നിറത്തിലേക്ക് മാറ്റാൻ കഴിയും. അവിടെ നിന്നുകൊണ്ട് അവൻ തന്റെ ഇണയെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 25 മീറ്റർ ഉയരത്തിലുള്ള നിരപ്പായ ഒരു കുന്നിൻ മുകളിലാണ് ഈ നഗരം ഉയർന്നു നിൽക്കുന്നത്. ഒരു കാലത്ത് ഈ നഗരത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിരുന്ന ആ ആഴക്കടലിനെ നോക്കി തലയുയർത്തി ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഭൂമി കുത്തനെയുള്ള ചരിവുകളായി താഴേക്ക് ഇറങ്ങുന്നു. ഇതാണ് നഗരത്തിന്റെ തെക്കേ കവാടം. ഇത് തുറമുഖത്തേക്കുള്ള വഴി തുറക്കുന്നു. ഈ ഘടന നഗരത്തിന് സ്വാഭാവികമായ സുരക്ഷ നൽകുന്നതിനോടൊപ്പം മഴക്കാലത്തെ ജലത്തെ ഖോർ റോറിയിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്നു. പ്രതിരോധത്തിനും പ്രായോഗികമായ ആവശ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമായ ഒരു വിദ്യയായിരുന്നു ഇത്. ഇവിടെ വെച്ചാണ് കുന്തിരിക്കത്തിന്റെ ആ യാത്ര ലോകവുമായി ശരിക്കും സന്ധിക്കാൻ തുടങ്ങിയത്. ഗതകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ട് പഴയൊരു പായ്ക്കപ്പൽ കരയിൽ വിശ്രമിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളോളം ഇത് ലോകത്തിലേക്കുള്ള ഒരു കവാടമായിരുന്നു. എന്നാൽ AD 5-ാം നൂറ്റാണ്ടോടെ ഈ നഗരത്തിന്റെ കഥ അവസാനിക്കാൻ തുടങ്ങി. ലഗൂണിന്റെ മുഖത്ത് ഒരു വലിയ മണൽത്തിട്ട രൂപപ്പെടുകയും സമുദ്രവുമായുള്ള ബന്ധം വേർപെട്ടു പോവുകയും ചെയ്തതോടെ തുറമുഖത്തേക്കുള്ള പ്രവേശനം അസാധ്യമായി മാറി. ഒടുവിൽ ഈ നഗരം മരുഭൂമിയിലെ കാറ്റിനെ വഴിമാറിക്കൊടുത്ത് ഉപേക്ഷിക്കപ്പെട്ടു. ഇന്ന് ഇവിടെ എല്ലാം ശാന്തമാണ്. തുറമുഖം എന്നേക്കുമായി അടഞ്ഞുപോയിരിക്കുന്നു. എങ്കിലും ഒരിക്കൽ ഇവിടെ നിന്ന് തുടങ്ങിയ ആ വലിയ ലോകത്തിന്റെ ഓർമ്മകൾ ഈ മണ്ണ് ഇന്നും നെഞ്ചിലേറ്റുന്നുണ്ട്.